എല്ലാവർക്കും ദിവസം എഴുന്നേറ്റ് നിന്ന് ഒരു സങ്കീർത്തന ഭാഗം നമുക്ക് വായിക്കാം. 30-ാം സങ്കീർത്തനം, Psalm number 30. Psalm number 30, 30ാം സങ്കീർത്തനം നമുക്ക് വാക്യപ്രതിവാക്യമായി വായിക്കാം. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ. യഹോവേ, ഞാൻ നിന്നെ പുകഴ്ത്തുന്നു. നീ എന്നെ ഉദ്ധരിച്ചിരിക്കുന്നു. എൻ്റെ ശത്രുക്കൾ എന്നെക്കുറിച്ച് സന്തോഷിപ്പാൻ നീ ഇടയാക്കിയതുമില്ല. യഹോവേ, നീ എൻ്റെ പ്രാണനെ പാതാളത്തിൽ നിന്ന് കരയേറ്റിയിരിക്കുന്നു. ഞാൻ കുഴിയിൽ ഇറങ്ങിപ്പോകാതിരിക്കേണ്ടതിന് നീ എനിക്ക് ജീവരക്ഷ വരുത്തിയിരിക്കുന്നു. അവൻ്റെ കോപം ക്ഷണനേരത്തേക്കേ ഉള്ളൂ, അവൻ്റെ പ്രസാദമോ ജീവപര്യന്തമുള്ളത്. സന്ധ്യയെങ്കിൽ കരച്ചിൽ വന്ന് രാപ്പാർക്കും, ഉഷസ്സിലോ ആനന്ദഘോഷം വരുന്നു. യഹോവേ, നിൻ്റെ പ്രസാദത്താൽ നീ എൻ്റെ പർവ്വതത്തെ ഉറച്ചു നിൽക്കുമാറാക്കി. നീ നിൻ്റെ മുഖത്തെ മറച്ച് ഞാൻ ഭ്രമിച്ചുപോയി. ഞാൻ കുഴിയിലിറങ്ങിപ്പോയാൽ എൻ്റെ രക്തം കൊണ്ട് എന്ത് ലാഭമുള്ളൂ? ധൂളി നിന്നെ സ്തുതിക്കുമോ? അതിൻ്റെ സത്യത്തെ പ്രസ്താവിക്കുമോ? ഒടുവിലത്തെ 2 വാക്യങ്ങൾ നമുക്ക് ചേർന്ന് വായിക്കാം. നിന്റെ വിലാപത്തെ എനിക്ക് നൃത്തമാക്കി തീർത്തു. എൻ്റെ രക്തം നീ അഴിച്ചെന്നെ സന്തോഷം മുടിപ്പിച്ചിരിക്കുന്നു. ഞാൻ മൗനമായിരിക്കാതെ നിനക്ക് സ്തുതി പാടേണ്ടത് തന്നെ. ദൈവമായ യഹോവേ, ഞാൻ എന്നേക്കും നിനക്ക് സ്തോത്രം ചെയ്യും. നമ്മുടെ കരങ്ങളെ ഉയർത്തി, വിശുദ്ധ കരങ്ങളെ ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യാം. നമ്മളിവിടെ വായിച്ചത്, ഞാൻ മൗനമായിരിക്കാതെ നിനക്ക് സ്തുതി പാടേണ്ടതിന് തന്നെ. ഞാൻ മൗനമായിരിക്കാതെ നിനക്ക് സ്തുതി പാടേണ്ടതിന് തന്നെ. കർത്താവേ, മറ്റൊന്നിനുമല്ല നിനക്ക് സ്തുതി പാടുവാൻ. ഞാൻ മൗനമായി പോയാൽ എൻ്റെ ആദരം ഉയർത്തുവാൻ സാധ്യമല്ല. എൻ്റെ ശബ്ദം എനിക്ക് നിശ്ചലമായി പോകൂ. എന്നാൽ ഇന്ന് പകൽക്കാലം ഞാൻ മൗനമാകാതെ, എൻ്റെ വാ ഊട്ടി പോകാതെ, എൻ്റെ നേർസിനൊന്നും ഡാമേജ് ഉണ്ടാകാതെ എൻ്റെ വാ ചലിപ്പിക്കുവാൻ, എനിക്ക് കഴിക്കുവാൻ, എനിക്ക് കുടിക്കുവാൻ, എനിക്കെല്ലാം ചെയ്യുവാൻ എന്നെ ബലപ്പെടുത്തിയ ദൈവത്തിന്, എന്റെ അതിരത്തെ തുറന്ന ദൈവത്തിന് എനിക്ക് വാ ചലിപ്പിക്കാം. എന്റെ നേർസിന് ഡാമേജ് ഉണ്ടായില്ല, എന്റെ ഫേഷ്യൽ നെർവിന് കുഴപ്പമില്ല, എന്റെ ക്രൈനിയൽ നെർവിന് കുഴപ്പമില്ല, എന്റെ അസ്ഥികൾക്ക് കുഴപ്പമില്ല. എന്റെ ദൈവം എന്നെ നിർത്തിയ കൃപകളെ ഓർക്കുമ്പോൾ ഇന്ന് പകൽക്കാലം നിന്റെ അതിരമൊന്ന് തുറക്ക്. ജാലധാര, വൈഡധാര, let us open our mouth. ഓ ശാദല ബരഗലബ ശാന്തല. അനേകരുടെ നേർവ് ഡാമേജ് ആയി, അനേകരുടെ കരം ചലിക്കാൻ വയ്യ, അനേകരുടെ വാ തുറക്കാൻ വയ്യ. നിന്റെ വാ തുറക്കുവാൻ ദൈവം അനുവദിച്ചില്ലേ? വാ തുറക്ക്. വാ പൂട്ടിപ്പോകരുത്. വാ പൂട്ടാനല്ല ദൈവസന്നിധി വന്നത്. വാ തുറക്ക. നിന്റെ വായ വിസ്താരത്തിൽ തുറക്കുക. കെട്ടുകൾ അഴിയട്ടെ. അന്ധകാരങ്ങൾ ആരാധന അടിയണം. കെട്ടുകൾ ബന്ധുക്കോസിന്റെ ആരാധന അടിയും. ബന്ധിച്ചു നിൽക്കുന്ന, ആരാധിപ്പിക്കാതെ നിന്റെ കരത്തെ കെട്ടിയിരിക്കുന്ന കെട്ടുകൾ ഈ ആരാധന അടിയും. അന്യഭാഷ പ്രാപിച്ചവർ അല്പസമയം ദൈവത്തിന് ആരാധന കൊടുക്കട്ടെ. നിന്റെ സ്ഥിതിയെ മാറ്റുന്നത്, നിന്റെ സ്ഥിതിയെ മാറ്റുന്ന ഒരുവരേ ഉള്ളൂ. ഒരു മനുഷ്യന് നിന്റെ സ്ഥിതിയെ തൊടുവാൻ പറ്റത്തില്ല. മനുഷ്യരൊക്കെ ഒത്തിരി ഒപ്പീനിയൻ പറയുമായിരിക്കും. ഇന്ന് പകൽ നിന്റെ സ്ഥിതിയെ മുഴുവനായി മാറ്റുവാ. Let us open our mouth. He's going to fill your mouth. He's going to fill you with wisdom. He's going to fill you with the knowledge, children of God.
ഉടബല ഷൗഡാരബാലബാലബ. ദൈവസന്നിധിയിൽ വന്ന് അവൻ്റെ പ്രവൃത്തികളെ ഘോഷിക്കുവാനാ. എൻ്റെ കെട്ടുകളെ അടിച്ച്, ബന്ധനങ്ങളെ അടിച്ച് ദൈവത്തെ ഘോഷിക്കുവാനാ. ഹല്ലേലൂയ. അവസ്ഥകൾക്ക് ഭേദം നൽകിയത് ദൈവത്തിൻ്റെ നാമം ഉയർത്തുവാനാ. അവസ്ഥകൾക്ക് ഭേദം നൽകിയത്, അവൾക്ക് ഭേദം നൽകി കഴിയുമ്പോൾ പിന്നെ ഹല്ലേലൂയ ദൈവത്തെ സ്തുതിക്കാതിരിക്കുവാനല്ല. നന്മകൾ പ്രാപിച്ചു കഴിയുമ്പോൾ പിന്നെ സ്തുതിക്കുന്നവരെ നോക്കുവാനല്ല, അന്യഭാഷ പറയുന്നവരെ നോക്കി മാർക്കിടുവാനല്ല. അവസ്ഥ മാറ്റിയത് ദൈവത്തെ ആരാധിക്കുവാനാണ്, ദൈവത്തെ പുകഴ്ത്തുവാനാണ്. വൽക്കാലം കർത്താവിൻ്റെ കരങ്ങളിലേക്ക് താഴ്ത്തി കൊടുക്കുക. കർത്താവേ, അങ്ങയുടെ പ്രവൃത്തി പൂർണ്ണമാകണമേ, അങ്ങയുടെ പ്രവൃത്തി എന്നിൽ കൂടെ പൂർണ്ണമാകണമേ. കർത്താവ്, ഏതെങ്കിലും മേഖലകളിൽ കർത്താവേ ഹല്ലേലൂയ അങ്ങയുടെ സന്നിധി ഞാൻ താഴ്ത്തി തരുന്ന ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഓ താങ്ക് യു ജീസസ്, താങ്ക് യു ലോർഡ്. പരിശുദ്ധ പിതാവേ, ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഒരു വിശുദ്ധ കാലം കൂടെ കർത്താവ് ഞങ്ങളുടെ സന്നിധി കടന്നു വരും ഞങ്ങൾ ഇടയാക്കി. കർത്താവേ, വന്ന സമയം മുതൽ അങ്ങ് പാടുവാനും മഹത്വം കരേറ്റുവാൻ ഞങ്ങൾ ഇത്രത്തോളം ബലയാക്കി. വീണ്ടും കർത്താവെ കടന്നു വന്ന് കൂട്ടിക്കൊണ്ടുവന്ന എല്ലാ ദൈവങ്ങൾക്കായി സ്തോത്രോ, ദൈവദാസന്മാർക്കായി സ്തോത്രോ. കർത്താവ്, ഞങ്ങൾ ഒരുമിച്ച് കർത്താവ് അനുഗ്രഹിക്കണമേ. അങ്ങയുടെ നാമത്തെ ഘോഷിക്കുവാൻ, അങ്ങയുടെ നാമത്തിൽ കർത്താവ് ഞങ്ങൾ അനുഭവിച്ചു വിടുതൽ തക്ക മഹത്വം അർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ മുന്നേറുവാൻ ഇടയാക്കണം. വിവിധ സാരികളിൽ കൂടെ കടന്നു പോകുന്ന വിധ ആവശ്യപ്പാർത്തോടെ കടന്നു വന്ന ഈ മക്കൾ, രോഗികളായിരിക്കുന്ന പ്രിയപ്പെട്ടവരെല്ലാവരെയും കർത്താവ് അങ്ങയുടെ സന്നിധി സമർപ്പിക്കുകയാണ്. തിരുനാമത്തിൻ്റെ മഹത്വം കണ്ട് വേണ്ട സാക്ഷികളായി ഞങ്ങൾ മുന്നേറുവാൻ ഇടയാക്കണമേ. അവിടെ ഞങ്ങൾ പ്രാർത്ഥനയിട്ടിരിക്കുക. സ്തോത്രം യേശു കർത്താവിൻ്റെ വലിയ നാമത്തിൽ തന്നെ ആമേൻ. നമ്മുടെ കരങ്ങൾ ഉയർത്തി ശക്തിയോടെ കർത്താവിൻ്റെ മഹത്വം അർപ്പിച്ചിരിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവർക്കും ദിവസങ്ങളിലിരിക്കാം. ഹല്ലേലൂയ. കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും ഒരു വിശുദ്ധ കാലം കൂടെ നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിൽ കടന്നു വരുവാൻ ദൈവം ചെയ്ത വിടുതലുകളെ, കർത്താവ് നൽകിയ ആശ്വാസങ്ങളെ ദിവസനിൽ വന്ന് കർത്താവിന് മഹത്വം കരേറ്റുവാനായി കർത്താവ് ഒരുക്കി തന്ന എല്ലാ കൃപകൾക്കായി ഞാൻ കർത്താവിന് സ്തോത്രം അർപ്പിക്കുന്നു. കടന്നു വന്ന എല്ലാ ദൈവമക്കൾക്ക്, ദൈവദാസന്മാർക്കായി സ്തോത്രം ചെയ്യുന്നു. ഇവിടെ ചില പണികളുടെ ക്രമീകരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ സിമെൻറ്റുകൾ മറ്റു കാര്യങ്ങളൊക്കെ ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. എങ്കിലും നാം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് ദൈവത്തിൻ്റെ ഒരു പ്രവൃത്തി ഈ ദേശത്ത് എത്ര പേര് ആവശ്യത്തിന് വേണ്ടി മുഴങ്കാൽ മടക്കുന്ന വിഷയം കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കി തരുവാൻ ശക്തനാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആ വിഷയത്തെ നമുക്ക് വീണ്ടും വിവരങ്ങളിൽ സമർപ്പിക്കാം. തക്ക സമയത്ത് അവൻ അത്ഭുതങ്ങളെ ചെയ്യുന്ന ദൈവമാണ്. എങ്കിലും ഇത്രയും പേർക്ക് നമുക്ക് ഒരുമിച്ച് ഇവിടെ കൂടി വരുവാൻ കർത്താവ് കൃപ ചെയ്തു. കർത്താവ് എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. വിശേഷാൽ നമ്മുടെ മധ്യത്തിലായിരിക്കുന്ന കർത്തദാസന്മാരെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. പ്രതീഷ് പാസ്റ്റർ കുടുംബത്തെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. അതുപോലെ കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ തോമസ് വർഗീസ് കുടുംബം വിശേഷാൽ കഴിഞ്ഞ ദിവസക്കാലം നമുക്ക് ആവശ്യമായ ദിവ്യമായ ആലോചനയെ കർത്താവിൻ്റെ ദാസൻ നൽകി തരുവാൻ ഇടയായി തീർന്നു. അനുഗ്രഹിക്കപ്പെട്ട ആലോചന കേൾപ്പാൻ കർത്താവ് നമുക്ക് കൃപ ചെയ്തല്ലോ. കർത്താവിൻ്റെ ദാസനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവിൻ്റെ നാമത്തിലുള്ള സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. വിശേഷാൽ നമ്മുടെ മധ്യത്തിൽ ഇന്ന് ഗസ്റ്റായിട്ട് കടന്നു വന്നിരിക്കുന്നത് പാസ്റ്റർ ദേവദാസ് ചെല്ലൻ. പാസ്റ്റർ ദേവദാസ് ചെല്ലനെ ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. IPC ആറ്റൂർ സെൻറ്റർ, കന്യാകുമാരി ഡിസ്ട്രിക്റ്റിലുള്ള IPC ആറ്റൂർ സെൻറ്ററിലെ ലോക്കൽ ചർച്ച് മിനിസ്റ്റർ ചെയ്യുന്ന കർത്തദാസനാണ് പാസ്റ്റർ ദേവദാസ് ചെല്ലൻ. ഇന്ന് പൽക്കാലം നമ്മുടെ നടുവിൽ കർത്താവദാസൻ കുടുംബമായിട്ടാണ് കടന്നു വന്നിരിക്കുന്നത്. ഓർത്ത് കർത്താവിന് സ്തോത്രം അർപ്പിക്കുന്നു. വിശേഷാൽ നമുക്ക് ഒട്ടും അപരിതനല്ല നമ്മുടെ ലിജിനും ബ്രദറും സിസ്റ്റർ ഏഞ്ചലും പതിലുമായിട്ട് നമുക്ക് വിശേഷാൽ IPC PCA ചർച്ച്, നമ്മുടെ പള്ളിയിലുള്ള IPC PCA ചർച്ചിൽ പ്രിയപ്പെട്ടവർ കൂടി വരുന്നു. എന്നാൽ ഈ ഡ്രോഗിഡ സഭയുടെ ആരംഭ സമയങ്ങളിൽ, ഇതിൻ്റെ ബിഗിനിങ് ടൈമിൽ പ്രിയപ്പെട്ടവരിവിടെ കടന്നു വന്ന്, വിശേഷാൽ ഞാൻ ആ സമയം ഓർക്കുന്നു, പ്രിയ ലിജിൻ ബ്രദർ ഇവിടെ കടന്നു വന്ന് നമ്മുടെ മ്യൂസിക് മിനിസ്ട്രിയിലൊക്കെ അനുഗ്രഹിക്കപ്പെട്ട സംഗീത ശുശ്രൂഷ ചെയ്യുവാൻ പ്രിയദാസനെ കർത്താവ് ഒരുക്കിയതിനായി ഞാൻ സ്തോത്രം ചെയ്യുന്നു. എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഞാൻ
താലായിലായിരുന്ന ഡബിളിലായിരുന്ന സമയത്തൊക്കെയും പ്രിയ ലീൻ ബ്രദർ വർക്ക് ചെയ്യുന്ന ഡ്യൂട്ടി ഞാൻ ചിലപ്പം അവിടെ ആ പെട്രോൾ സ്റ്റേഷനിൽ ഞാൻ പെട്രോൾ കയറുമ്പോൾ എപ്പോഴും ചോദിക്കുന്നു എന്നോട്, ഇവിടെ എങ്ങനെ ഇരിക്കുന്നു പാസ്റ്ററെ, സന്തോഷമായിരിക്കുന്നോ, പ്രവർത്തനമൊക്കെ എങ്ങനെ പോകുന്നു? പലപ്പോഴും അന്വേഷിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരു ദിവസനാണ് ലീൻ ബ്രദർ. ഇന്ന് കാലം കുടുംബമായി ഞാൻ പ്രിയപ്പെട്ട ലീൻ ബ്രദറിനെയും ശശാലൻ സിസ്റ്ററിനെയും പൈതലിനെയും കുടുംബമായി ഞാൻ ഹാർദവമായിട്ട് ഈ മീറ്റിങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ടവർ, ഈ ദേശത്തായിരിക്കുമ്പോൾ കർത്താവരെ വീണ്ടും വഴി നടത്തട്ടെ, ദൈവകൃപ നിറയ്ക്കട്ടെ എന്ന് ദൈവത്തോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. ശശാൽ കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ദേവദാസ് ചെല്ലിനൊടുവിലായിട്ട് വചനത്തിൽ നിന്ന് നമുക്ക് ആവശ്യമായ ദൈവിക ആലോചന നൽകും. ഞാൻ പ്രാരംഭ മീറ്റുകളിൽ ചില സമയങ്ങളെടുത്ത് വർഷിപ്പിലേക്ക് കടക്കുവാനാണ് ആഗ്രഹിക്കുന്നത്. കർത്താവ് നമ്മളെ സഹായിക്കുമാറാകട്ടെ. വിശേഷാൽ നമ്മുടെ ഒരു പ്രാർത്ഥന മറുപടി കഴിഞ്ഞ കാലങ്ങളിൽ, വിശേഷാൽ ഞാനതിൻ്റെ പ്രാരംഭത്തിൽ നമുക്കറിയാം, നമ്മുടെ സാമ്പ്രദർ സലിൻ്റെ സഹോദരൻ സാമ്പ്രദർ കഴിഞ്ഞ കാലങ്ങളിൽ ദേശത്തേക്ക് കടന്നു വരുവാനിടയായി. എന്നാലൊരു വിഷയം, കഴിഞ്ഞ നാളുകളിൽ അവിടെ ഒരു ദിവസം അവിടെ പ്രാർത്ഥന, ചില മാസങ്ങൾക്ക് മുമ്പ് അവിടെ പ്രാർത്ഥനയിൽ മീറ്റിങ്ങിൽ സംബന്ധിച്ച ദൈവമക്കൾ ചിലർ ഇവിടെ ഉണ്ട്. എന്നാൽ താൻ ആ പേപ്പർ വർക്ക് ഫാമിലി കൊണ്ടുവരാൻ താൻ ഇവിടെ വന്നിരിക്കുന്നത് ഒരു ക്രിട്ടിക്കൽ സ്കിൽ പെർമിറ്റല്ല താൻ ഇവിടെ വന്നത്. അതിന് വളരെയധികം ഹേർഡിൽസ് ഉള്ള, വളരെയധികം പ്രതിസന്ധികളുള്ള ഒരു മേഖലയിലാണ് താൻ ആരംഭിച്ചത്. എന്നാൽ ദൈവത്തിൻ്റെ പ്രവൃത്തി ആ ഹേർഡിൽസിനകത്ത് എങ്ങനെ അത് കംപ്ലീറ്റ് ചെയ്യും, പലപ്പോഴും ഞാൻ വിളിക്കുമ്പോൾ പക്ഷേ എങ്ങനെ അത് കംപ്ലീറ്റ് ചെയ്യും, എങ്ങനെ ആ കാര്യത്തിന് പല ഹാലലുയ ചോദ്യങ്ങൾ, ഹാലലുയ പല എൻക്വയറികൾ, ഹാലലുയ. എന്നാൽ ഇന്ന് കാലം പ്രാർത്ഥന കേൾക്കുന്ന ദൈവം ജീവിക്കുന്നു. കരങ്ങളെ ഉയർത്തി എത്ര പേർക്ക് സന്തോഷമുണ്ട്? ഒരു ഹാലലുയ പറഞ്ഞാട്ടെ. പ്രാർത്ഥന കേൾക്കുന്ന ദൈവം ജീവിക്കുന്നു. തടസ്സങ്ങളുണ്ടെങ്കിലും ചലഞ്ചസുകൾ ഉണ്ടെങ്കിലും അതിനകത്ത് ദൈവം ഒരു വാക്ക് കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ, ഇതുപോലെ കേൾക്കുക, മനുഷ്യനല്ല കേട്ടോ, സോറി, ഇവിടേക്ക് മനുഷ്യൻ കുറെ വാക്ക് കൽപ്പിക്കുന്നുണ്ടല്ല പറയുന്നത്. ദൈവം ഒരു വാക്ക് കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ, അവനൊരു വാക്ക് കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പൂർത്തീകരണം അവന് ഉത്തരവാദിത്വമുണ്ട്. അവൻ അതിനെ പൂർത്തീകരിപ്പാൻ മതിയായ ദൈവമാണ്. ഇന്ന് പകൽക്കാലവും ചില വിഷയങ്ങൾക്ക് മറുപടി കിട്ടാതെ ആരെങ്കിലും ഇവിടെ കാത്തിരിപ്പുണ്ടെങ്കിൽ, ദൈവം ഏറ്റെടുത്ത വിഷയത്തെക്കുറിച്ച് ഓർത്ത് നിങ്ങൾ ഭാരപ്പെടേണ്ട. അതിനെ പൂർത്തീകരിപ്പാൻ അവൻ മതിയായ ദൈവമാണ്. അവൻ നമുക്ക് വേണ്ടി അതിശയങ്ങളെ ചെയ്യുന്ന ദൈവമാണ്. അവൻ കൽപ്പിച്ചാൽ തടസ്സങ്ങൾ വഴിമാറും, എതിരുകൾ വഴിമാറും. നമുക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യുന്ന ദൈവമാണ്. ഞാൻ വളരെ സന്തോഷിക്കുന്നു. പ്രിയ മാതാപിതാക്കളോട് ചേർന്ന് പ്രിയ ദൈവം കൊടുത്ത ആദരണോട് രണ്ടുപേരും ദേശത്ത് അവരൊരുമിച്ചായിരിക്കുവാൻ കർത്താവ് ഒരുക്കിയ ആ അനുഗ്രഹ അവസ്ഥയ്ക്കായി ഞാൻ സ്തോത്രം ചെയ്യുന്നു. കർത്താവ് ഒരുക്കുന്ന നല്ല വിടുതലായ സ്തോത്രം. വിശേഷാൽ സാമ്പ്രനെ കുടുംബമായ ലിറ്റിസേഷനെയും സാമ്പ്രനെ വൈഫ് ലിറ്റിസേഷനെയും അതുപോലെ പൈതലിൽ സായും ഹാർദവമായിട്ട് ഇവിടെ പ്രസൻറ്റിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യും. നമുക്ക് എല്ലാവർക്കും കരങ്ങളെ അടിച്ച് പ്രിയപ്പെട്ടവരെ സ്വാഗതം ചെയ്യാം. ഈ ദേശത്ത് വന്ന പുതിയ അനുഭവങ്ങളുടെ നടുവിൽ ദൈവം നടത്തുവാൻ മതിയായ ദൈവമാണ്. ദൈവം നമ്മളെ നടത്തുവാൻ ഹാലലുയ മതിയായ ദൈവമാണ്. ആകുലങ്ങളില്ലെന്നല്ല, പ്രതിസന്ധികളില്ലെന്നല്ല, വേദനകളില്ലെന്നല്ല, ഒറ്റപ്പെടില്ലെന്നല്ല, അതിനകത്തൊക്കെ ദൈവം നമ്മളെ കരം പിടിച്ച് നിർത്തുന്ന കൃപകൾക്കായി ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. ഹാലലുയ. വീണ്ടും നമ്മളെ നടത്തുവാൻ മതിയായ ദൈവമാണ്. ഹാലലുയ. കർത്താവിൻ്റെ ഹാലലുയ കരങ്ങളിലേക്ക് വീണ്ടും നമ്മളെ തന്നെ താഴ്ത്തി കൊടുക്കുക. ഞാൻ അധികം വാക്യങ്ങളെടുത്ത് ഒരുപാട് വലിയ ഡിസ്ക്രിപ്ഷൻ തന്നു പോകാൻ ആഗ്രഹിക്കുന്നില്ല. നമ്മുടെ മതിലായിരിക്കുന്ന പ്രീതിദാസനൊടിയിലായിട്ട് സമയം കൊടുക്കുവാനാണ് ആഗ്രഹിക്കുന്നത്. എന്നാലൊരു വചനം മാത്രം വായിച്ച് ചില കാര്യങ്ങളെ ഞാൻ പറഞ്ഞ് ഹാലലുയ പ്രാർത്ഥനയിലേക്ക് വർഷിപ്പിലേക്ക് ഗൈഡ് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്. ദൈവങ്ങളിലേക്ക് നമുക്ക് താഴ്ത്തി കൊടുക്കാൻ സാക്ഷ്യത്തിൻ്റെ സമയത്ത് പ്രാർത്ഥനാ വിഷയങ്ങളോ വിടുതലുകളോ അറിയിക്കുവാനുള്ള സമയമുണ്ട്. ദൈവനാമത്വത്തിന് വേണ്ടി നമുക്ക് ഉപയോഗിക്കാം. കർത്താവ് നമ്മളെ സഹായിക്കുമാറാകട്ടെ. പ്രീസലോട് ഇന്ന് വായിച്ച സങ്കീർത്തനം 30-ാം സങ്കീർത്തനം നമ്മൾ പലപ്പോഴും ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരു വേദഭാഗമാണ് 30-ാം സങ്കീർത്തനം. അതിൻ്റെ പ്രാരംഭ വചനത്തിൽ കൂടെ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത്, യഹോവേ ഞാൻ നിന്നെ പുകഴ്ത്തുന്നു. ഹാലലൂയ. പ്രാരംഭവാക്യങ്ങൾ കൂടെ തന്നെ റിമെമ്പറിങ് ദ ഗ്രേറ്റ്നെസ് ഓഫ് ഗോഡ്. ഹാലലൂയ. ദൈവത്തിൻ്റെ ഹാലലൂയ വിടുതലിനെ, ദൈവം ചെയ്യുന്ന അത്ഭുത പ്രവൃത്തിയെ ഹാലലൂയ ഓർക്കുവാൻ ഹാലലൂയ നാം ഒരിക്കലും മടി കാണിക്കരുത്. യഹോവേ ഞാൻ നിന്നെ പുകഴ്ത്തുന്നു. ഹാലലൂയ. ദൈവത്തിൻ്റെ പ്രവൃത്തി ഏറ്റെടുക്കുമ്പോൾ സങ്കീർത്തനക്കാരൻ പറയുകയാണ്, ഞാൻ നിന്നെ പുകഴ്ത്തുന്നു. ഹാലലൂയ. ഞാൻ നിന്നെ പുകഴ്ത്തുവാൻ അനവധി വിഷയങ്ങൾ കാണും. ഇല്ല, ഞാൻ നിന്നെ പുകഴ്ത്തുന്നു, നീ എന്നെ ഉദ്ധരിച്ചിരിക്കുന്നു.
ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശേഷാൽ ഇന്നലത്തെ മീറ്റിങ്ങിൽ നമ്മുടെ പ്രിയ റൂം ബ്രദറിൻ്റെ ഭവന മീറ്റിങ്ങിൽ നമ്മുടെ ജോവിൻ ബ്രദർ, വിശേഷാൽ റൂം ബ്രദറിൻ്റെ ബ്രദർ ജോവിൻ ബ്രദറും ശാലി സിസ്റ്ററും പൈതങ്ങളുമാണ്. ശാലി സിസ്റ്റർ കഴിഞ്ഞ നാളുകളിൽ നമ്മളോടൊപ്പം ചേർന്ന് വന്നിട്ടുണ്ട്, ആരാധനയ്ക്ക് വന്നിട്ടുണ്ട്. എങ്കിലും കുടുംബമായിട്ട് ഇന്ന് പോൽക്കാലം കുഞ്ഞുങ്ങളുമായിട്ട് ദേശത്ത് കടന്നു വരുവാൻ പ്രിയപ്പെട്ടവരെ ബലപ്പെടുത്തിയല്ലോ. പ്രിയ കുടുംബത്തെ നമുക്ക് ഹാർദവമായിട്ട് ഹല്ലേലൂയ സ്വാഗതം ചെയ്യാൻ കർത്താവിൻ്റെ നാമം ഹല്ലേലൂയ. പ്രിയപ്പെട്ടവർ കൂടെ മഹത്വം എടുക്കട്ടെ. ഹല്ലേലൂയ. അവരായിരിക്കുന്ന സ്ഥലത്തൊക്കെ ദൈവത്തിൻ്റെ നാമം ഘോഷിക്കുവാൻ പ്രിയപ്പെട്ടവരെ ഇടയാക്കട്ടെ എന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. കർത്താവ് സഹായിക്കുമാറാകട്ടെ. അപ്പോൾ ദൈവം നമ്മളെ ഉദ്ധരിക്കുന്നു. ഏതിൽ നിന്നെല്ലാം ഉദ്ധരിച്ചു? വല്ല ഉദാഹരണം പ്രാപിച്ചവരാണോ ഇതിനകത്തായിരിക്കുന്നത്? ഏതിൽ നിന്നെല്ലാം ഉദ്ധരിച്ചു? അനേക വിഷയങ്ങൾ. ഒരു ആരംഭത്തിൽ നമുക്ക് ഉദാഹരണം ലഭിച്ചത് എവിടെ നിന്നാണ്? നമ്മളെ കർത്താവ് വീണ്ടെടുത്തു. നാശകരമായ കുഴിയിൽ നിന്ന്, പാപത്തിൻ്റെ ചെളിയിൽ നിന്ന് അവൻ തന്നെ ഉദ്ധരിച്ചു. അവൻ എന്നെ വിടുവിച്ചു. ഹല്ലേലൂയ. ഉദ്ധാരണം ഞാൻ അനുഭവിച്ചവനാണ്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വിടുതലുകാരം എൻ്റെ ജീവിതത്തിൽ, എൻ്റെ സമസ്ത മേഖലകളിലും ഹല്ലേലൂയ എന്നെ വിടുവിക്കുന്ന ദൈവത്തിൻ്റെ കരം എന്നോടുകൂടെ ഉണ്ട്. ആ ഉദ്ധാരണം നാം അനുഭവിച്ചവരാണ്. ഇനിയും ഹല്ലേലൂയ അവിടെ വചനങ്ങൾ കൂടെ കടന്നു വന്ന് സാധിക്കുന്ന നാളിൽ യഹോവയുടെ വിശുദ്ധന്മാരെ അവന് സ്തുതി പാടുവീൻ, അവൻ്റെ വിശുദ്ധ നാമത്തിന് സ്തോത്രം ചെയ്യുവീൻ. ഒരു ആഹ്വാനം കൊടുക്കുകയാണ്. യഹോവയുടെ വിശുദ്ധന്മാരെ എന്ത് ചെയ്യണം? ഡ്യൂട്ടിയുണ്ടോ? വിശുദ്ധന്മാർക്ക് ഡ്യൂട്ടിയുണ്ടോ? സ്തുതി പാടുക. ഇന്നലെ കർത്താവിൻ്റെ ദാസൻ കൂടെ നാം കേട്ടു. നമ്മളിൽ നിന്ന് ഉയരേണ്ടത് എന്തായിരിക്കണം? കർത്താവിന് കൊടുക്കേണ്ട സ്തോത്രങ്ങൾ നമ്മളിൽ നിന്ന് ഉയരണം. ഹല്ലേലൂയ. കാരണം മറ്റൊന്നും ഹല്ലേലൂയ നമുക്ക് കൊടുക്കാൻ സാധ്യമല്ല. പഴയ കാലഘട്ടങ്ങളിൽ ഏറ്റവും വിലപിടിപ്പുള്ള കാളകളെ, കോലാറ്റുകൊറ്റന്മാരെ അർപ്പിക്കാൻ ഇടയായി തീർന്നാൽ അവിടെയല്ല. ഇപ്പോൾ ഹല്ലേലൂയ ദൈവത്തിന് നാം കൊടുക്കേണ്ടത് സ്തുതി സ്തോത്രങ്ങളെയാണ് അർപ്പിക്കേണ്ടത്. അങ്ങനെയെങ്കിൽ വിശുദ്ധന്മാർ കൂടി വരുന്നിടത്ത് ഇവിടെ സങ്കീർത്തനക്കാരൻ ഒറ്റപ്പെട്ട് നിൽക്കുമ്പോൾ മാത്രമല്ല, യഹോവയുടെ വിശുദ്ധന്മാരെ അവന് സ്തുതി പാടുവീ. ഇന്ന് നാം ഒരുമിച്ച് വന്നിരിക്കുക എന്തിനു വേണ്ടിയാ? ഒരുമിച്ച് ദൈവത്തെ മഹത്വം കൊടുക്കുവാൻ, ദൈവത്തിന് ആരാധന കൊടുക്കുവാനാണ് നാം ഇന്ന് പൽക്കാലം കടന്നു വന്നിരിക്കുന്നത്. അവൻ്റെ വിശുദ്ധ നാമത്തിന് സ്തോത്രം ചെയ്യുവീ. ഇനി ദൈവത്തിൻ്റെ പ്രവൃത്തി ഒരുവൻ്റെ ജീവിതത്തിലുണ്ട്, ഏറ്റെടുക്കുന്നതാണ്. അത് 5-ാം വാക്യത്തിൽ നമുക്ക് കാണാം. അവൻ്റെ കോപം ക്ഷണനേരത്തേക്കേ ഉള്ളൂ, എന്നാൽ അവൻ്റെ പ്രസാദമോ ജീവപര്യന്തം. ദൈവത്തിൻ്റെ പ്രസാദം, അവൻ്റെ കോപം ക്ഷണനേരത്തേക്കേ ഉള്ളൂ, എന്നാൽ ദൈവം പ്രസാദിച്ചാൽ അതെങ്ങനെയാണ്? ദൈവം പ്രസാദിച്ചാൽ അത് നീണ്ടു നിൽക്കുന്നത്, ലോങ് ലാസ്റ്റിംഗ്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ പ്രസാദം ജീവപര്യന്തം വെളിപ്പെടുന്നതാണ്. ദൈവപ്രസാദം ഹല്ലേലൂയ. സന്ധ്യങ്കൽ കരച്ചിൽ വന്ന് രാപ്പാർക്കും ഉഷസ്സിലോ ആനന്ദഘോഷം വരുന്നു. ഹല്ലേലൂയ. ഒരൊറ്റപ്പെടലിൻ്റെ ഒരു സന്ധ്യയുടെ യാമം ഹല്ലേലൂയ ജീവിതത്തിൽ വന്നാലും ഹല്ലേലൂയ അവൻ എന്നെ അറിയുന്നു. എൻ്റെ അവസ്ഥകളുടെ നടുവിൽ എന്നെ നടത്തുവാൻ അവൻ മതിയായ ദൈവമാണ്. സംതിങ് ഹല്ലേലൂയ എനിക്ക് വേണ്ടി ചെയ്തു തരുവാൻ. അതാണ് കരച്ചിൽ വന്ന് രാപ്പാർക്കും ഉഷസ്സിലോ ആനന്ദഘോഷം വരുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ വിടുതലുകളെ, അവൻ്റെ പ്രവൃത്തിയെ നാം ഏറ്റെടുക്കുമ്പോൾ തന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഒരു വാക്യവുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ആലോചന അറിയിക്കാൻ ആഗ്രഹിക്കുന്നതിൻ്റെ 6-ാം വാക്യം. ഹല്ലേലൂയ. ഒന്ന് വായിക്കാം. എൻ്റെ 6. പ്രൈസ് ദി ലോർഡ്. ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുകയാണ്, ഞാൻ ഒരു നാളും കുലുങ്ങിപ്പോകയില്ലെന്ന് എൻ്റെ സുഖകാലത്ത് ഞാൻ പറഞ്ഞു. ശ്രദ്ധിക്കുക, ദുഃഖകാലത്തല്ല ഇത് പറഞ്ഞത്. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞു പോയത് എവിടാണ്? സുഖമേറിയപ്പോൾ, ജീവിതത്തിൽ അനവധി സൗഭാഗ്യങ്ങൾ വന്നു കൂടിയപ്പോൾ, നേട്ടങ്ങളാൽ നിറഞ്ഞു കഴിഞ്ഞപ്പോൾ, ഇനിയും എനിക്ക് ഹല്ലേലൂയ പറയത്തക്ക വിഷയങ്ങളൊന്നുമില്ല, എല്ലാം സെറ്റായി കഴിഞ്ഞു, ഇനിയും ഒരു കുഴപ്പവും ഉണ്ടാകത്തില്ലെന്നൊക്കെ ഹല്ലേലൂയ ഒരു വിചാരം അവിടെ ഉണ്ടായി, ഒരു ഭാവമുണ്ടായി. അതാണ് ആൻഡ് ഇൻ മൈ പ്രോസ്പെരിറ്റി ഐ സെഡ്. ഒന്നുകൂടെ ചിന്തിക്കണേ. പ്രോസ്പെരിറ്റി വർദ്ധിക്കുമ്പോൾ, പ്രോസ്പെരിറ്റി ഏറുമ്പോൾ നമ്മുടെ വാക്കുകളും രീതികളും ആറ്റിറ്റ്യൂഡുകളും ഒക്കെ മാറുവാൻ സാധ്യതയുണ്ട്. ഹലോ,
മനസ്സിലാക്കുന്നുണ്ടോ? പ്രോസ്പെറിറ്റി കൂടുമ്പോൾ, അനുഗ്രഹങ്ങൾ വന്ന് കുമിഞ്ഞു കൂടുമ്പോൾ പഴയ വാക്കുകളല്ല, പഴയ രീതികളല്ല, അതിനകത്തൊക്കെ വാക്കിനകത്തും രീതിക്കകത്തും പെരുമാറ്റത്തിനകത്തും പഴയതൊന്നുമില്ല. ചില വ്യത്യാസങ്ങൾ വെളിപ്പെട്ടു വരുവാൻ ഇടയുണ്ട്. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ പറഞ്ഞ, ഞാൻ എൻ്റെ പ്രോസ്പെരിറ്റിക്കകത്ത് എന്ന് പറഞ്ഞാൽ എനിക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ല, നോക്കിയപ്പം എല്ലാം സേഫായിട്ടിരിക്കുന്നു, പഴയ കഷ്ടമൊക്കെ മാറി, ആഹാ ഇപ്പം നോക്കിയാൽ എല്ലാം ഉണ്ട്. അങ്ങോട്ട് നോക്കി ഇങ്ങോട്ട് ഇറങ്ങിയ കാറുണ്ട്, ഇങ്ങോട്ട് കയറിയ സുഖമുണ്ട്, അങ്ങോട്ട് ഇറങ്ങിയ സുഖമുണ്ട്, എല്ലാം സുഖമായിരിക്കുമ്പോൾ ഹല്ലേലൂയ, കഷ്ടതയൊന്നും ഇല്ലല്ലോ, ഞെരുക്കമൊന്നും ഇല്ലല്ലോ, ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ. എന്നാൽ ചിലതങ്ങ് പറഞ്ഞേക്കാം. അങ്ങനെ പറഞ്ഞൊരു കാര്യമായി ഈ കാര്യം. എന്ത് പറഞ്ഞു പറഞ്ഞാട്ടെ, ഞാന് ഒരു നാളും കുലുങ്ങിപ്പോയില്ല. അപ്പോൾ ഒരു തോന്നലങ്ങ് വരിക. മനസ്സിലായല്ലോ? പ്രോസ്പെരിറ്റി കൂടിക്കഴിയുമ്പോൾ ഒരു തോന്നലായി, ഓ എനിക്കൊന്നും സംഭവിക്കത്തില്ല, എനിക്കൊന്നും ഉണ്ടാകത്തില്ല, എൻ്റെ എല്ലാം സെറ്റായി, ഞാൻ വളരെ സെറ്റിലായി കഴിഞ്ഞിരിക്കുക, ഇനി ഒരു കുഴപ്പവും ഇല്ലല്ലോ, കാരണം വളരെ സെറ്റിൽമെൻ്റ് ഉള്ള സ്ഥലത്താണല്ലോ ഞാൻ എത്തിയിരിക്കുന്നത്, ഇനി എന്തിനാണ് ഹല്ലേലൂയ ഞാൻ ദൈവത്തെ വിളിക്കുന്നത്? ഇല്ല ദൈവൈതലേ, ഹല്ലേലൂയ, ഇവിടെ ഒരു പരാജയമാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. ഞാൻ ആ പ്രോസ്പെരിറ്റിക്കകത്ത്, ഞാൻ ആ ഹല്ലേലൂയ തിങ്ങി വന്ന ആ നന്മയ്ക്കകത്ത് എൻ്റെ ഭാഷ മാറിപ്പോയി, എൻ്റെ താഴ്മ മാറിപ്പോയി, എൻ്റെ ആറ്റിറ്റ്യൂഡ് മാറിപ്പോയി. ഈ ഒരു അപജയം നമുക്കും സംഭവിക്കാം. അതിന് പറ്റാത്ത ഏരിയയിലല്ല നമ്മൾ വന്നിരിക്കുന്നത്. എന്നാൽ ഞാൻ കുലുങ്ങിപ്പോകത്തില്ലെന്ന് പറഞ്ഞ ആള് തുടർന്ന് വരുമ്പോൾ ചില റിയലൈസേഷൻ, സെൽഫ് റിയലൈസേഷൻ ഉണ്ടായി. തൻ്റെ ജീവിതത്തിൻ്റെ അനുഭവങ്ങളിൽ ചില കാര്യങ്ങളെ മനസ്സിലാക്കുവാനിടയായി. ഹല്ലേലൂയ. ഇതുപോലെ ഒരു സെൽഫ് റിയലൈസേഷൻ ഇല്ലാത്ത ഒരു യാത്രയായിരുന്നല്ലോ ടൈറ്റാനിക്കിൻ്റെ യാത്ര. സെൽഫ് റിയലൈസ് ചെയ്തോ? ഒന്നും റിയലൈസ് ചെയ്തില്ലല്ലേ? അവരെന്ന് പറഞ്ഞത് ഞങ്ങളൊരു പുതിയ ലോകം സൃഷ്ടിക്കുമെന്ന്. We are going to bring a new world, a new era. ഇന്നത്തെ ക്യാപ്റ്റൻ പറഞ്ഞത് ഒരു പുതിയ വേൾഡ് ഞങ്ങൾ ക്രിയേറ്റ് ചെയ്യും. Who is God? Who is God? Who are you? We are going to build another thing without God. Who are you, God? We don't want you. We have everything in our hand. We have the power. We have the position. Who are you? ദൈവം ആരാന്ന് ചോദിച്ചിറങ്ങിയ യാത്ര അധികം നീണ്ടില്ല. അല്പസമയം കഴിഞ്ഞപ്പോൾ ഗതി മാറി. ദൈവമക്കളെ, ദൈവസന്നിധിയിൽ ദൈവം നടത്തിയ വഴികൾ, ദൈവം നമ്മളെ കൊണ്ടുപോയ വഴികൾ നാം ചിന്തിക്കുന്നവരായിരിക്കണം. കർത്താവേ, നീ നടത്തിയെങ്കിലേ ഞാൻ മുന്നോട്ട് പോകുകയുള്ളൂ. അവിടെ ഒരു സെൽഫ് റിയലൈസേഷൻ ഉണ്ട്. 10-ാം വാക്യത്തിൽ എന്താണ്? യഹോവേ കേൾക്കണമേ. ഇപ്പോൾ റിലീസ് ചെയ്യുക, എന്നോട് കരുണയുണ്ടാകണമേ. യഹോവേ എൻ്റെ രക്ഷകനായിരിക്കും. ഇതൊരു തിരിച്ചറിവാണ്. എല്ലാം നമുക്ക് തിരിച്ചറിയുന്നുണ്ട്, എന്നാൽ ഇതൊരു തിരിച്ചറിവാണ്. പ്രധാനപ്പെട്ട ആത്മീയ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ടൊരു തിരിച്ചറിവാണ്. യഹോവേ കേൾക്കണമേ, എന്നോട് കരുണയുണ്ടാകണമേ, എൻ്റെ രക്ഷകനായിരിക്കണമേ എന്ന് പറഞ്ഞാൽ എന്താ? എൻ്റെ ആരംഭവും അവസാനവും എൻ്റെ രക്ഷകൻ നീ മാത്രമാണ്. അതിൻ്റെ മിഡിലിനകത്ത് വേറെ ഒരു കാര്യമില്ല. എൻ്റെ ആരംഭവും അവസാനവും നീ മാത്രമാണ്. ഹല്ലേലൂയ. എത്ര മക്കൾക്കത് പറയാൻ പറ്റും? ലോർഡ് ഹല്ലേലൂയ, യു ആർ മൈ ബിഗിനിങ്, യു ആർ മൈ ബിഗിനിങ് ആൻഡ് യു ആർ മൈ എൻഡ്. നിന്നെ കൂടാതെ എനിക്കൊരു ജീവിതമില്ല, നിന്നെ കൂടാതെ എനിക്കൊരു മഹത്വമില്ല, നിന്നെ കൂടാതെ എനിക്കൊരു ചിന്തയില്ല, നിന്നെ കൂടാതെ എനിക്കൊരു സുഖ സൗകര്യങ്ങളില്ല. അതെല്ലാം താൽക്കാലികമാണ്. അപ്പാ നീയാണ് എൻ്റെ സർവ്വതുമെന്ന് ആ രക്ഷകനെ നോക്കി പറയുമ്പോൾ ആ തീരുമാനത്തിലാണ് ദൈവം പ്രസാദിക്കുന്നത്. കാലം ദിവസത്തിൽ നമുക്ക് ഒരുമിച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം.
അപ്പാ, ഒരു തീരുമാനത്തിലേക്ക് കർത്താവെ, മറ്റെല്ലാം ഈ ലോകത്തിൻ്റെ അവസ്ഥകൾ താൽക്കാലികമാണ്, എന്നാൽ യഹോവേ കേൾക്കണമേ. ലോർഡ്, യു ഹിയർ മീ ലോർഡ്. എനിക്ക് നീയുമായിട്ടാ കാര്യമുള്ളത്. എന്നെ ഉദ്ധരിക്കുന്നത് നീയാണ്. ഇന്ന് പൽക്കാലം വിഷയങ്ങൾ നിരവധി കാണും. ഇന്ന് പൽക്കാലമില്ല, ദൈവസന്നിധി താഴ്ത്തി കൊടുക്കുന്നെങ്കിൽ നിന്റെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവം നിന്നെ മുന്നോട്ട് നടത്തുവാൻ അവൻ രക്ഷകനായി, ഉദ്ധാരകനായി നിന്നോട് കൂടെയുണ്ട്. രക്ഷകനായി നിന്നോട് കൂടെയുണ്ട്, ഉദ്ധാരകനായി നിന്നോട് കൂടെയുണ്ട്. He will lead you in the right path. Hallelujah. He will lead you in the right path. Hallelujah. അവൻ നിന്നെ നടത്തുവാൻ മതിയായ ദൈവമാ. വിചാരങ്ങളുടെ നടുവിൽ കർത്താവേ, ഒരിക്കലും ഈ ദൈവത്തെ വിട്ടിട്ട് സങ്കീർത്തനക്കാരൻ പറഞ്ഞതുപോലെ ഉള്ള അവസ്ഥയിലേക്ക് മാറുകയല്ല. നോ ലോർഡ്, യു ആർ മൈ എവരിത്തിങ്. വിത്തൗട്ട് യു, ഓ ഹല്ലേലൂയ, നിന്നെ ഒഴിച്ച് എനിക്കൊന്നും സാധ്യമല്ല. നിന്നെ വിട്ട് എനിക്കൊന്നും സാധ്യമല്ല. നിന്നെ ഒഴിച്ച് എനിക്കൊന്നും സാധ്യമല്ല. നിന്നെ വിട്ട് എനിക്കൊന്നും സാധ്യമല്ലപ്പാ. ദൈവത്തോട് പറയാം. ഓ, നാം നിൽക്കുന്ന നിൽപ്പിൽ തന്നെ കർത്താവിനോട് സംസാരിക്കാം. അപ്പാ, നിന്നെ വിട്ടിട്ട് എനിക്കൊരു മാർവഴിയില്ല, മറ്റൊരു മാർഗമില്ല. കർത്താവേ, നീയാണ് എൻ്റെ രക്ഷകൻ. ലോർഡ്, യു ആർ മൈ ഹെൽപ്പർ, യു ആർ മൈ കംഫോർട്ടർ, യു ആർ മൈ സേവിയർ. Come on, hallelujah. ദൈവത്തിന്റെ പ്രവർത്തികളെ, hallelujah. Lord, you are my savior, you are my comforter, hallelujah. ഞാൻ എവിടായിരുന്നാലും കർത്താവേ, അങ്ങയുടെ നാമത്തിന് വേണ്ടി നിലകൊള്ളുക. അങ്ങയുടെ പ്രവർത്തിയിൽ കൂടെ കർത്താവേ നീ അയക്കണമേ. Not without you. Jesus. ദൈവങ്ങളിലേക്ക് താഴ്ത്തി കൊടുക്കുക. ദൈവത്തിന്റെ പ്രവൃത്തിക്ക് വേണ്ടി സമർപ്പിക്കുക. പാട്ടുകളെ പാടി കർത്താവിനെ വാഴ്ത്താം.